വെറും 200 രൂപയ്ക്ക് ഒരു ലോഡ് സാധനമാണ് കിട്ടിയത്. സർക്കാർ കൃഷിഭവൻ വഴി കൊടുക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ജനങ്ങളിൽ കൃഷി താല്പര്യം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സബ്സിഡി നിരക്കിൽ നൽകുന്നതാണ്. ഇതിപ്പോൾ എല്ലാം കൂടെ 200 രൂപയ്ക്ക് 5 ഏത്തവാഴ തൈയുണ്ട്, 10 കിലോ എല്ലുപൊടി, 10 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 6 കിലോ കുമ്മായം, പിന്നെ ചേമ്പുണ്ട്, ചേനയുണ്ട്, കാച്ചിൽ, ഇഞ്ചി, പിന്നെ മഞ്ഞൾ തുടങ്ങിയ വിത്തുകളുമുണ്ട്. കടയിൽ ചെന്നാൽ ഏകദേശം 10 കിലോ എല്ലുപൊടിക്ക് മാത്രം 400 രൂപയോളം കൊടുക്കേണ്ടി വരും. ആ കണക്കിന് നോക്കിയാൽ ഇത് എന്തുമാത്രം ലാഭമുള്ളതാണ്. ഇതിനു മുമ്പ് 5 കുറ്റി കുരുമുളക് തൈകൾ ചട്ടിയിൽ വെച്ചത് 100 രൂപയ്ക്ക് കിട്ടിയിരുന്നു. കൂടാതെ 1250 അങ്ങനെ മറ്റോ രൂപയ്ക്ക് 25 ചട്ടികളും വളവും ചകിരിച്ചോറും തൈകളും ഒക്കെ കിട്ടിയിരുന്നു. ഇതുപോലെ പല പദ്ധതികളും നമ്മുടെ കൃഷിഭവൻ വഴി നൽകുന്നുണ്ട്. നമ്മുടെ പേരിലുള്ള വസ്തുവിൻ്റെ കരമടച്ച രസീതും ആധാറും മാത്രം നൽകിയാൽ മതി. നമ്മുടെ താമസ പരിധിയിൽപ്പെടുന്ന കൃഷിഭവനിൽ ചെന്ന് അപേക്ഷ നൽകാവുന്നതാണ്. കുറച്ച് സ്ഥലവും അല്പം മനസ്സുമുണ്ടെങ്കിൽ തിരക്ക് പിടിച്ചോടുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനും ആരോഗ്യം സംരക്ഷിക്കാനുമുള്ള എളുപ്പ വഴിയാണ് കൃഷി. ജിമ്മിൽ പോയാൽ ശാരീരിക ഫിറ്റ്നസ് മാത്രമേ കിട്ടുള്ളൂ. കൃഷിയിലൂടെ നല്ല വിളകളും മാനസികവും ശാരീരികവുമായ ഫിറ്റ്നസ്സും ഉണ്ടാവും. പോസിറ്റീവ് എനർജി കിട്ടാൻ ഈ കൃഷി ആക്ടിവിറ്റി വളരെ നല്ലതാണ്. ദിവസവും അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ മാത്രം മതി. ചെറുതാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തക്കാളിയോ അല്ലെങ്കിൽ 2 പച്ചമുളകോ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു സന്തോഷത്തിനൊക്കെ വളരെ നല്ലത് തന്നെയാണ്. നമ്മൾ വെറുതെ മൊബൈലിൽ ചുമ്മാ ഇരുന്ന് സമയം കളയുന്ന സമയം കൊണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കൃഷി അതുപോലെ തന്നെ ചെടികളെ വളർത്തലും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറും. കൂടുതൽ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാനും ഒക്കെ വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള പദ്ധതികളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തി പരമാവധി ചിലവ് കുറച്ച് കൃഷി ചെയ്യാൻ ശ്രമിക്കുക.